ഇന്ന് കാണിക്കാൻ പോകുന്നത് പഴയ മോഡൽ CI എഞ്ചിൻ്റെ ഓയിൽ സർക്കുലേഷനാണ്. ഓയിൽ എങ്ങനെയാണ് അതിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് കാണിക്കുകയാണ് കേട്ടോ. അതിലെങ്ങനെയാണ് ഓയിൽ പമ്പിങ് നടക്കുന്നതെന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഓയിൽ പമ്പിങ്ങിനെ കുറിച്ച്. ആദ്യം തന്നെ ഇതാണ് ഇതിൻ്റെ ഓയിൽ സമ്പ് വരിക. മറ്റേ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഓയിൽ സമ്പ് ഓയിൽ നമ്മൾ ഇതിലേക്കാണ് ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഒഴിക്കുമ്പം ഇവിടെയാണ് ഇതിൻ്റെ ഹോള് വരുന്നത്. ഇതിലാണ് ഹോള്. അത് ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ വലിച്ചെടുക്കൽ ഈ ഹോളിലൂടെയാണ് കേട്ടോ. ഈ ഹോളിലൂടെ പമ്പ്, ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് ഓയിൽ വലിച്ചെടുക്കും. ഓയിൽ വലിച്ചെടുത്ത് നേരെ ഫിൽറ്ററിലേക്ക് പോകും. ഫിൽറ്ററിലൊരു ഹോളുണ്ടാവും. ഈ ഫിൽറ്ററിലേക്കാണ് ഓയിൽ വരിക. ഇതിൽ നിന്ന് ഓയിൽ വലിച്ചെടുത്തിട്ട് ഈ ഫിൽറ്ററിലേക്ക് ഓയിൽ വരും. അതിൽ വരുന്ന ഓയിൽ ഈ ഫിൽറ്ററിൽ നിന്ന് നേരെ ഈ ഹോളിലേക്ക് വരും. ഈ ഹോളിന് ഇതൊരു ഫീഡ് പ്ലഗ് ആണ്. ഇത് നേരെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ഹോളുണ്ട്. ഇതിലൂടെ ഈ ഹോളിലൂടെ ഓയിൽ നേരെ പോകുന്നത് ഇത് ക്രാങ്കാണ്. ഈ ഫീഡ് പ്ലഗ് ക്രാങ്ക് സെറ്റ് ചെയ്ത് ഇതിലേക്കാണ് പോവുക കേട്ടോ. ഈ പ്ലഗ് ഇതിലേക്കാണ് ശരിക്ക്, ഇവിടേക്കാണ്, ഇങ്ങനെയാണ് പോവുക. ഇതിലേക്കാണ് വരിക. അപ്പോൾ ഈ ഓയിൽ അവിടുന്ന് പമ്പ് ചെയ്തിട്ട് ഈ കണക്ടറിൻ്റെ ബുഷിലേക്ക് പോകും. ഈ ബുഷ് ഓയിൽ ഇതിലിങ്ങനെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഈ ഓയിലിങ്ങനെ സിലിണ്ടർ വോളിലേക്ക് തെറിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ സിലിണ്ടർ വോളാണ് ഉണ്ടാവുക. ആ സിലിണ്ടർ വോളിലേക്ക് ഇങ്ങനെ തെറിക്കും. ഓയിൽ ഇതിലെങ്ങനെ വരും, ഇതിലെ ഇതിലൂടെ ഓയിൽ പുറത്തേക്ക് ചാടും. ഇപ്പോൾ ക്രാങ്കിൻ്റെ മുകളിലൊക്കെ ഓയിലാവും. ആ ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ച് ഓയിലിങ്ങനെ സിലിണ്ടർ വോളിലേക്ക് തെറിച്ച് അവിടെ ലൂബ്രിക്കേഷൻ കൊടുക്കും. അതായത് പിസ്റ്റണിന് വേണ്ട ലൂബ്രിക്കേഷൻ ഇവിടെ കൊടുക്കും. പിന്നെ അതിൽ ബാക്കി വരുന്ന ഓയിൽ മേലെ ഡ്രെയിനായിട്ട് ഇവിടെ വന്നു. ഇവിടെയാണ് ഓയിൽ വന്നിട്ട്. ഇവിടെ ഒരു ഹോള് കാണാം. ഇതാ, ഈ ഹോളിലൂടെയാണ് ഓയിൽ റിട്ടേൺ വലിക്കുന്നത്. ഓയിൽ റിട്ടേൺ ഈ ഹോളിലൂടെയാണ് ഓയിൽ റിട്ടേൺ വലിക്കുന്നത്. അതിൻ്റെ റിട്ടേൺ പമ്പാണ്. ഈ സൈഡിലാണ് റിട്ടേൺ പമ്പ് വരിക കേട്ടോ. അപ്പോൾ ഈ ഓയിൽ, ക്രാങ്കേസിലുള്ള ഓയിൽ ഇതിലിങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് തിരിച്ചിട്ട് ഇതിലിങ്ങനെ ഓയിൽ പൈപ്പിലേക്ക് നോക്കുക. ഇതിലൂടെ ഓയിൽ മുകളിലേക്ക് പോകും. ഇതിലൂടെ ഓയിൽ പൈപ്പിലൂടെ മുകളിലേക്ക് പോയി ഹെഡിലേക്ക് ഓയിൽ കൊടുക്കും. ഹെഡിലേക്ക് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ ഒഴുകി താഴെ ഇതിലെങ്ങനെ വരും, താഴോട്ട് വരും. അങ്ങനെ ഓയിൽ ഇവിടെ നിറയും. ഇവിടെ നിറഞ്ഞ് ക്യാമ്പിലിനൊക്കെ ലൂബ്രിക്കേഷൻ കൊടുത്തതിന് ശേഷം ഓവറായിട്ടുള്ള ഓയിൽ ഇതിലൂടെ തിരിച്ച് സമ്പിലേക്ക് തിരിച്ച് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓയിൽ പമ്പിങ് വരുന്നത്. അത് മിക്കവാറും എൻജിൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ ക്രാങ്ക് ഓവർ ടൈറ്റായിട്ടിടുന്നൊരു സ്വഭാവം, അതായത് വേണ്ടത്ര പ്ലേ ഇടാതെ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മെഷീന് വേണ്ടത്ര ഗ്രൂവ് ഒന്നും കൊടുക്കാതെ തീരെ ഓയിൽ വരാത്ത രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തീരെ ഓയിൽ ഇതിലേക്ക് വരാതിരിക്കുകയും വളരെ കുറഞ്ഞ രീതിയിൽ, അവർ പറയും കുറച്ച് ഓടിക്കഴിഞ്ഞാലൊക്കെ ഓയിൽ വരുള്ളൂ. പക്ഷെ നമ്മൾ ക്രാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലൂടെ പമ്പ് ചെയ്തിട്ട് ഓയിൽ ചെറിയ രീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് തീരെ വരുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, വണ്ടി എൻജിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട രീതിയിൽ ഓയിൽ ലൂബ്രിക്കേഷൻ കിട്ടാതിരിക്കും. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ വരില്ല, സിലിണ്ടറിലേക്ക് ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല. അതായത് സിലിണ്ടർ ഹോളിലേക്ക് ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല, റോക്കറിലേക്ക് ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കുറച്ച് ഓടി കഴിയുമ്പോൾ പിസ്റ്റൺ
ഹീറ്റായിട്ട് പിസ്റ്റൺ പിടിക്കും, റോക്കറിന് സൗണ്ട് വരും. അപ്പോൾ ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻജിൻ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള ഓയിൽ പമ്പിംഗ് ആണ് നമ്മൾ റോക്കറിലേക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത്, ഇത് പ്ലേ ഉണ്ട്, ഇത് ഓവറായിട്ട് കണക്ടറോട് ഓവറായി ടൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ക്രാങ്ക് കിട്ടുന്നതെങ്കിൽ അത് വണ്ടി അധികകാലം ഓടില്ല. നമ്മളെ വണ്ടി ശരിക്ക് സ്റ്റാർട്ടിങ്ങിലിട്ട് ശരിയായ രീതിയിൽ ഓയിൽ പമ്പിങ് വരുന്നത് വരെ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് പറഞ്ഞാൽ ഫാനൊക്കെ വെച്ച് ശരിക്കും കൂളാക്കിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടിങ്ങിലിടാവും. വണ്ടി ഓവർ ടൈം സ്റ്റാർട്ടിങ്ങിലിടരുത്. അതായത് ഫാന് ശരിക്കും നല്ല ഹൈ സ്പീഡ് ഫാൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓയിൽ പമ്പിങ് വരുന്നത് വരെ നമുക്ക് ഓയിൽ റോക്കറിലൊക്കെ ഓയിൽ പമ്പ് ചെയ്ത് കൊടുത്ത് ഓയിൽ പമ്പിങ് വരുന്നത് വരെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലിടണം. അതല്ല എങ്കിൽ വണ്ടി ഓടി കുറച്ച് കഴിയുമ്പം വണ്ടി പിസ്റ്റൺ സ്റ്റക്കാവും. കാരണം ലൂബ്രിക്കേഷൻ കിട്ടില്ല, പിന്നെ റോക്കറിലേക്ക് ഓയിലും കിട്ടില്ല. അതുകൊണ്ട് ഇത് മെയിൻ, അത് ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു ഓയിൽ പമ്പിങ് എന്നുള്ളത്. നിങ്ങൾ ക്രാങ്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിലൂടെ പ്രഷറിൽ ഓയിൽ അടിച്ചിട്ട് ഇതിലൂടെ കുറച്ചെങ്കിലും ഓയിൽ വരുന്നില്ല എങ്കിൽ ആ രീതിയിലാക്കിയതിന് ശേഷം മാത്രം ക്രാങ്ക് സെറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ എടുത്ത പണി രണ്ടാമത് വീണ്ടും എടുക്കേണ്ടി വരും. കസ്റ്റമറിനോട് തെറി കേട്ടിട്ട് നമുക്ക് സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക. പല ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും ചെയ്യുന്ന ഒരു പിന്നെ പുതിയതായിട്ട് വന്ന പഴയ എക്സ്പീരിയൻസിലെ ആളുകൾ ഒരിക്കലും ചെയ്യില്ല. പുതിയതായിട്ട് വന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ ബുള്ളറ്റിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വിടുന്ന ആളുകളുണ്ട്. അത് ഹീറ്റിംഗ് എക്സ്പാൻഷൻ ഗ്യാപ്പും കൂടെ കൊടുക്കാത്ത രീതിയിൽ ഇത് ക്രാങ്ക് സെറ്റ് ചെയ്ത് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ കൊടുക്കാവുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേ ഈ കണക്ടറോടെ പിന്നെ ഓയിൽ സർക്കുലേഷൻ ഇല്ല എങ്കിൽ വീണ്ടും എൻജിൻ അയക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല, എൻജിൻ അധികകാലം ഓടില്ല. അത് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എൻജിൻ ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം ലൂബ്രിക്കേഷനിലാണ് നമ്മൾ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.